ആശാന്റെ വയറൊക്കെ വീർത്തല്ലോ. ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി വെള്ളമകത്തായി. ഇതാ പറയുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. ഇവറ്റകളൊക്കെ ആരാണ് ആശാനെ? മുഖപരിചയമുള്ള ഒരുത്തനുമില്ലേ ഇവിടെ? അപ്പോ എന്നെ നീ കണ്ടില്ലേ? ആശാന്റെ കാര്യമല്ല, വേറെ വല്ലവരും ഉണ്ടോന്നാ ഞാൻ ചോദിച്ചേ. ഇത്രയും ആഴമുള്ള കിണറ്റിൽ ഏത് പരിചയക്കാരൻ ഉണ്ടാകാനാടാ? പരിചയക്കാരനായിട്ട് ഞാൻ മതിയോ? നീയോ? ഡേയ്, ദയവ് ചെയ്ത് നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലേക്ക് എത്തിക്ക്. പകരമായി ഈ കുരുത്തം കെട്ട തവളയെ ഞാൻ പിടിച്ചു തരാം. ചൊരമ്പൻ തവളയെ തൊട്ടാ നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും, പറഞ്ഞേക്കാം. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത് വഴി? വേഗം പറ. നമുക്ക് ഈ കിണറ്റ് കിടന്ന് ചാകാം. നമ്മുടെ ആത്മാക്കൾ മുകളിലേക്ക് പോയിക്കോളും. എങ്ങനെയുണ്ട് ഐഡിയ? ഞങ്ങളെ ആരെയും ഒന്ന് രക്ഷിക്കണേ. ഉടായിപ്പന്മാരുടെ ശബ്ദമല്ലേ അത്? കിണറ്റിനുള്ളിൽ നിന്നാണല്ലോ കേൾക്കുന്നത്. ഒന്ന് പോയി നോക്കാം, വാ. കാക്കച്ചേട്ടാ, കേളാ, ഞങ്ങളെ എങ്ങനെയും ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. രക്ഷിക്കാം, പക്ഷേ ഇനി നീ ആരെയും ഉപദ്രവിക്കരുത്. ശരി. എടാ വൃത്തികെട്ട പൂച്ചേ, നിന്നോട് കൂടിയാ പറഞ്ഞത്. ശരി, ഇനി ഞങ്ങൾ സൈഡിലൂടെ ഒതുങ്ങി ജീവിച്ചോളാം. എങ്കിൽ ചുടായിപ്പനെ ഞാൻ പൊക്കാം, ചിമ്പനെ നീ പൊക്കിക്കോ. പൊക്കാനോ? നിങ്ങൾക്ക് ഞങ്ങളെ പൊക്കാൻ പറ്റുമോ? നീ ഒക്കെ കാഴ്ചക്കുള്ള വലുപ്പം മാത്രമേ ഉള്ളൂ. ഉള്ളു പൊള്ളാണെന്ന് ഇപ്പൊ ഞങ്ങൾ തെളിയിച്ചു തരാം. വളരെ നന്ദി. ഈ നന്ദി ഞങ്ങളുടെ മനസ്സിലെന്നും ഉണ്ടാകും, മരിക്കുന്നതുവരെ. ശരി ശരി. ഓ, എന്തൊരു മഴ! വിശന്നിട്ടു വയ്യ. ശരിയാ, ആ മണ്ടന്മാൻ ആ കിന്നരി പുൽമേട്ടിലുണ്ടാകും. അതാണ് അവന്റെ ഇപ്പോഴത്തെ താവളം. ഓഹോ, എന്നാൽ അവനെ കെണിയിലാക്കണം. മണ്ടനാണേലും അവന്റെ മേത്തിച്ചിരി ഇറച്ചിയുണ്ട്. 2-3 ദിവസത്തേക്കുള്ള ശാപ്പാട് കുശാലാക്കാം. പക്ഷേ അവിടെ അവൻ ഒറ്റയ്ക്കല്ല, കൂടെ മിക്കവാറും ആ പ്ലുങ്ങൻ കഴുതയും ഉണ്ടാകും. ഈ മണ്ടന്മാരൊക്കെ ഒരു ടീമായോ? അതെ അതെ, നമ്മളെപ്പോലെ. വാ, പുൽമേട്ടിലേക്ക് പോവാം. എന്തെങ്കിലും കുരുട്ട് സൂത്രം ആലോചിക്കും. അല്ലാതെ ഡിസ്കവറി ചാനലിൽ കാണുന്നത് പോലെ മാനിനെ പിടിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ.